കരത്തിന് നോക്ക്, ഒരു ദേഷ്യം കണ്ടില്ലയോ? വിജയനടിച്ച കമ്പി കിട്ടിക്കാണുമോ? കിട്ടിയിരിക്കും അമ്മേ. തങ്കമ്മ വന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും ഇതിനെയും കൊണ്ട്. നേരവും വെളുത്തു വന്നെന്ന് തോന്നുന്നു. അയ്യോ അവള് വന്നു വന്ന് വന്നിട്ട് അങ്ങോട്ട് താഴോട്ട് വിട ഓടിക്കും. ഓടിച്ചല്ലേ ഓടിച്ചല്ലേ ഒന്നുമോനെ ഓടിച്ചല്ലേ. പോവില്ല എന്റെ ചേച്ചി, ഞങ്ങള് പെട്ട പാട്. എന്റെ പൊന്നു തങ്കമ്മേ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ ഈ കൊച്ചു സമ്മതിച്ചിട്ടില്ല. തമ്മി കൊരുത്തുന്നാ തോന്നുന്നു. എന്നെ എന്തിനു വരാൻ പറഞ്ഞു? എന്തിനു വരാൻ പറഞ്ഞത്? നിന്നെ എന്റെ അടുത്തിരുത്തി അങ്ങനെ നോക്കിക്കൊണ്ടേ എനിക്ക് സത്യം പറയാലോ മോനെ, നിന്നെ ഒരു നിമിഷം കാണാതിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നും. കാണാതിരുന്നാലല്ലേ ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നും? അതെ, എനിക്ക് ചേട്ടനെ വിചാരിച്ച് വിചാരിച്ചേ ഭ്രാന്ത് പിടിക്കൂ. നോക്കൂ, ഇപ്പൊ കിടന്നാൽ കിടക്കാൻ അതല്ല, കിടന്നാൽ എനിക്ക് ഉറക്കമേ വരില്ല. എന്തുകൊണ്ട്? കണ്ണടച്ചാൽ ഉടനെ നിന്നെ സ്വപ്നം കാണും. കണ്ണടച്ചാലല്ലേ? ഞാൻ കണ്ണും തുറന്നിരുന്നേ സ്വപ്നം കാണുന്നു. അങ്ങനെയാണ് ഓമനെ. എന്താണ് ഇന്ന് ചന്തം നോക്കുന്നത്? നീ നിന്റെ അനിയനെ കൊണ്ടുവന്നത് പഠിപ്പിക്കാനോ അതോ എന്റെ സഹോദരിയെ ലവ് അടിക്കാനോ? ചോറിൽ നിന്നെ കൊഴുപ്പല്ലിടിയത് തെണ്ടി തിന്നുന്നവൻ ചവ്വോ. പാല് നിന്ന് കൈക്കലൂടെയാണ് നീ പത്തിയെടുത്ത് കൊത്തിയത്. പരമ പാതകി. നിന്നെ ഞാൻ പഠിപ്പിച്ചല്ലടാ. അട്ടയെ കുളിപ്പിച്ച് മെത്ത കിടന്ന് എങ്ങനെ കിടക്കും? നിന്നെ മിന്നിവിടെ കണ്ടുപോലെ കണ്ടതിനെ ചുറ്റിയാൻ ചാമ്പലായിക്കളി.
അവൻ അറിവില്ലാതെ എന്തോ തെറ്റ് ചെയ്തു പോയി. ഇതുവരെ ഇങ്ങനെ ഒരു സംഗതി എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇനിമേലെ ഈ തെറ്റ് പറ്റാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഈ ഒരു തവണ എനിക്ക് വേണ്ടി അവന് മാപ്പ് കൊടുക്കണം. വലിയ മഹാറാണിയെ പോലെ നിന്ന് പ്രസംഗിക്കുന്നല്ലോ. ആ റാസ്കൽ ചെയ്ത തെറ്റ് ഭയങ്കര തെറ്റ്. ഞാൻ സമ്മതിക്കുന്നു. എന്ന് നീ സമ്മതിച്ചാൽ മതിയോ? നോക്ക്, മേലാൽ ഈ കാര്യത്തെ പറ്റി എന്നോട് സംസാരിക്കരുത്. ആദ്യം തന്തയില്ലാത്തവൻ അടിച്ചു വിളിയല്ലോ. പറഞ്ഞയക്കാം, ഇപ്പൊ തന്നെ പറഞ്ഞയക്കാം. പിന്നെ എന്തിനോട് നിൽക്കുന്നു? പോയി പറഞ്ഞയക്ക്. പക്ഷെ അവന്റെ പഠിത്തം മാത്രം നിർത്തരുത്. ഇങ്ങനെയുള്ളവനൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? പഠിത്തം അവന് വേണ്ടിയല്ല, എന്റെ കൂടെ പിറന്ന കുറെ പെമ്പിള്ളേരുടെ ഭാവിക്ക് വേണ്ടിയാണ്. ആ വിചാരം ആ കുടുംബദ്രോഹിക്കുണ്ടായിരുന്നു. നീ ചെയ്യുമോ? ചെയ്തോട് എന്ന് പറ. എന്റെ ഉമ്മന്ന് കിണുങ്ങാതെ. അവൻ ചെയ്തത് തെറ്റേ തെറ്റേ എന്ന് 1000 പ്രാവശ്യം ഞാൻ പറയാം. അവന്റെ കഴുത്തിലേക്ക് കൊല്ലേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല. പോയിന്റെ മുമ്പിൽ നിന്ന്. ശരിയാണ്, അവൻ ചെയ്ത തെറ്റിന് അങ്ങ് നൽകിയ ശിക്ഷ എത്രയോ തുച്ഛമാണ്. ഞാൻ അവനെ വലിച്ചഴച്ച് അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്താം, കയ്യോ കാലോ വെട്ടിമുറിക്കണം. പക്ഷേ അവന്റെ പഠിത്തം മാത്രം നിർത്തിക്കളയണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. പിന്നെ വളവള ഒഴുകിക്കൊണ്ട് നിൽക്കാതെ. എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നത്. കടപ്പുറത്തോ വഴിവെക്കത്തോ വെച്ചല്ല, ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് അവനെ അറ്റം വരെ പഠിപ്പിക്കാമെന്ന് ഏറ്റു പറഞ്ഞത്. അവനെപ്പോലുള്ളവനൊക്കെ എവിടെ അറ്റം? ശരി, അവനെ പഠിപ്പിച്ചില്ലേ? എടി, അവനെ പഠിപ്പിച്ചില്ലേ എന്ന്? പഠിപ്പിച്ചു. എന്റെ സഹോദരിയെ വഴിവിഴപ്പിച്ചാലും അവനെ പഠിപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും പോട്ടെ, എന്നോട് പറഞ്ഞിരുന്ന പോലെയാണോ നീ ഇപ്പൊ എന്നോട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്തില്ല? ചെയ്തു. നീ ചെയ്തതൊക്കെ ആലോചിച്ചാല് എന്റെ ചങ്ക് പൊട്ടിപ്പോ. നീ വലിയ ക്ലിയോപാട്രയാണെന്നും ഞാൻ നിന്റെ പുറകെ കൂശയും തൂക്കിക്കൊണ്ട് നടക്കുന്ന ശേവക്കാരനാണെന്നല്ലേ നിന്റെ ഭാവം? അങ്ങനെ എനിക്ക് ഒരു ഭാവവുമില്ല. ഒരു ഭാര്യ ഭർത്താവിനോട് ഏതെല്ലാം രീതിയിൽ പെരുമാറണോ അങ്ങനെയൊക്കെയാണ് ഞാനും പെരുമാറുന്നത് എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം? നിന്നെ ഒരു ഭാര്യയാക്കാൻ പറ്റൂല, ഒരു വേലക്കാരിയാക്കാനേ പറ്റൂ. ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അങ്ങ് പറയണം, അതൊക്കെ ഞാൻ അനുസരിക്കാം. എടി, നീ ഒരു ഒറ്റ ദിവസം മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്താ തനിച്ചൊറ്റയ്ക്ക് വെളിയിരിക്കുന്നത്? മഞ്ഞുള്ളൂല്ലോ, അകത്തു വന്നിരുന്നൂടിയോ, ഒരു ഗ്ലാസ് പാല് കുടിച്ചുകൂടാന്ന്? ഒരൊറ്റ ദിവസമെങ്കിലും എന്റെ കയ്യോ കാലോ നീ നോക്കി തന്നിട്ടുണ്ടോ? ഒരൊറ്റ ദിവസമെങ്കിലും നീ സന്തോഷമായിട്ട് കട്ടിൽ വന്ന് എന്റെ അടുത്തിരുന്ന് ഒരു 10 മിനിറ്റ് നേരം ഇരുന്നിട്ടുണ്ടോ? ഇതില്ലോ ചെട്ടി അങ്ങനെ കെട്ടുമുതൽ എടുക്കുന്നത് പോലെ വല്ല വിധവും വലിച്ചെടുത്ത് കണ്ണും മൂടി മൂക്കും മൂടി ഞാൻ കൊണ്ടുവന്ന് കട്ടിലിടും. നീ കൊച്ചു കരയുന്നേ, തള്ള കരയുന്നേ, കൊച്ചു കോണിപ്പിടി കയറി വരുന്നേ എന്നും പറഞ്ഞ് റബ്ബർ ബന്ധു പോലെ റിവേഴ്സിനൊരു പോക്കും പോകും. എനിക്കറിയാമടി നീ ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? എന്നെ നിനക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. എന്ത് എന്നുള്ള പ്രേമം കൊണ്ടാണോ നീ എന്നെ വിവാഹം ചെയ്തത്? ഞാൻ പണക്കാരൻ, എന്റെ പണത്തെ മുഖത്ത് നീ വിവാഹം ചെയ്തു. എന്റെ ഈശ്വര, എന്നെ നിനക്ക് പിടിക്കില്ല. എന്റെ ശരീരത്തിൽ തൊടുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഒട്ടിക്കേറി നീ കൊഞ്ചുന്നല്ലോ. എന്തിനെ? നിന്റെ അനിയനെ പഠിപ്പിക്കാൻ. അതെനിക്ക് മനസ്സിലായില്ലെന്നുള്ള വിചാരം. നീ കുഞ്ഞുങ്ങളെന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് ഓടിച്ചാടി പോകുന്നല്ലോ. അവരോട് സ്നേഹം ഉണ്ടായിട്ടാണോ? അല്ല, വെറും അഭിനയം. 8 കൊച്ചുങ്ങളുടെ തന്തയായ എനിക്കില്ലാത്ത സ്നേഹമാണോ ഇന്നലെ എങ്ങാണ്ടെന്ന് വലിയ കഴിയാൻ നിനക്ക്? അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നടക്കുന്നില്ല എന്നുള്ളത് ഒരു കണക്കിന് ശരിയായിരിക്കും, അതെന്റെ അറിവില്ലായ്മ. പക്ഷെ ഈ കുഞ്ഞുങ്ങളോട് സ്നേഹം അഭിനയിക്കുകയാണെന്ന് മാത്രം പറയരുത്. എന്റെ സ്നേഹം അഭിനയമാണോ ആത്മാർത്ഥമാണോ എന്ന് ആ കുഞ്ഞുങ്ങളോട് ചോദിക്കണം. ഏത് കുഞ്ഞുങ്ങളോട് ചോദിക്കണം? പറയാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം. മുലകുടി മാറാത്ത, വർത്തമാനം പറയാൻ അറിഞ്ഞുകൂടാത്ത ആ കൈക്കുഞ്ഞിനോട് ചോദിക്കണം. എന്റെ നെഞ്ചിൽ കിടക്കുന്ന ആ കുഞ്ഞിനറിയാം എന്റെ ഓരോ ഹൃദയ തുടിപ്പിലുമുള്ള സ്നേഹവും വാത്സല്യവും. വർത്തമാനം പറയാൻ അറിയാവുന്ന ആ കൊച്ചുങ്ങളോട് ചോദിച്ചാ നിന്റെ കള്ളി പുറത്താവും. അതുകൊണ്ട് ആ മിണ്ടാപ്രാണിയോട് ചോദിക്കാൻ. എടി, നിന്റെ തലച്ചോറ് തുറന്നെടുത്ത് കണ്ണാടി കൂട്ടിനകത്തിട്ട് കാഴ്ചകളാ വിട്ടു. അപ്പൊ അവന്റെ പഠിത്തം ഇനി ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ചാൽ അടിച്ചിട്ട് ചെവുകുറ്റി ഞാൻ പിടിച്ചോളെ. അയ്യോ, അങ്ങനെ പറയരുത്. പാവപ്പെട്ട 5-6 പെൺപിള്ളേർ, അതിലൊരുത്തി ഊമ. അതുങ്ങൾക്കെല്ലാം എലിപ്പാഷണം വാങ്ങിച്ചു. അയ്യോ,